വ്യാജമരുന്നുകളുടെ ഉൽപാദനവും വിതരണവും കേരളത്തിൽ വർദ്ധിക്കുകയാണോ എന്ന് സംശയിക്കേണ്ട തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതാനും നാളുകൾക്ക് മുമ്പ് കോഴിക്കോട് നഗരത്തിൽ ഉൾപ്പെടെ വ്യാജമരുന്നുകളുടെ ഉൽപാദനവും വിതരണവും നടക്കുന്നത് സംബന്ധിച്ച ഒരു വാർത്ത മറുനാടൻ പുറത്തുവിട്ടിരുന്നു. അപ്പോഴും ഏതെല്ലാം തരത്തിൽപ്പെട്ട മരുന്നുകളാണ് ഡ്രഗ് കൺട്രോൾ ബ്യൂറോ ഇത്തരത്തിൽ വ്യാജമെന്ന് സംശയിച്ചുകൊണ്ട് പിടിച്ചെടുത്തത് എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത നമുക്കുണ്ടായിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട വിവരാവകാശ അപേക്ഷ നമ്മൾ നൽകിയിരുന്നെങ്കിലും അതിനകത്ത് കൃത്യമായ മറുപടി നമുക്ക് ലഭിക്കുകയും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് അപ്പീൽ അധികാരിക്ക് മുൻപിൽ പരാതിയുമായി ചെന്നപ്പോൾ പിടിച്ചെടുത്ത മരുന്ന് ഏതാണ് എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. സെർഫ്ലോ 250 എന്ന് പറയുന്ന മരുന്നാണ് ഇത്തരത്തിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഡ്രഗ് കൺട്രോൾ ബ്യൂറോ കോഴിക്കോട് നഗരത്തിൽ നിന്ന് പിടിച്ചെടുത്ത ഏറ്റവും അവസാനം എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകാനായിട്ട് സാധിക്കുന്ന കാര്യം. ഇതിൽ ആദ്യത്തെ ചോദ്യത്തില് അവർക്ക് പൊതുജനങ്ങൾ ഏത് മരുന്നാണ് കേസെടുത്തോ എന്നൊന്നും അറിയാൻ നമ്മുടെ ഡ്രഗ് കൺട്രോൾ ഇൻസ്പെക്ടർ നമുക്ക് തരാൻ തയ്യാറായിട്ടില്ല. രണ്ടാമത്തെ അപ്പീലാണ് ഒരു കുറച്ചെങ്കിലും വിശദമായിട്ട് ഒരു തന്നത്. ഈ പൊതുവെ സമൂഹത്തിൽ ഏറ്റവും ആളുകൾ ഉപയോഗിക്കുന്ന മരുന്നുകളെ കുറിച്ചുള്ള വിഷയങ്ങൾ അത് പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിലൊക്കെ അതൊക്കെ ജനങ്ങൾ അറിയാനുള്ളൊരു അവകാശം ജനങ്ങൾക്കുണ്ട്. അപ്പോൾ അത് ഏത് കമ്പനിക്കെതിരെയാണ് കേസെടുത്തത്, എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് കേസന്വേഷണത്തിനെ ബാധിക്കുമെന്ന് പറഞ്ഞിട്ട് അത് മറച്ചു വെക്കുന്നത് ഉദ്യോഗസ്ഥർക്ക് ഭൂഷണമല്ല. ആ ജനാധിപത്യത്തിൽ അത് നമ്മളെ നിയമപ്രകാരം അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതനുസരിച്ച് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഞാൻ അതിൽ അപ്പീൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നിരവധി മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ഉപയോഗിക്കുന്ന മരുന്നുകൾ വ്യാജനായിക്കൊണ്ട് വില കുറഞ്ഞ രീതിയിൽ നമ്മുടെ മെഡിക്കൽ ഷോപ്പുകളിൽ വിൽക്കുമ്പോൾ പൊതുജനങ്ങൾ ഇതൊന്നും അറിയാതെ പൊതുജനങ്ങൾ പോയിട്ട് ഇത് വാങ്ങി കുടിക്കും, ഉപയോഗിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് അവർക്ക് പിന്നീട് വരുന്നത് വളരെ ഗുരുതരമായ അസുഖങ്ങൾക്കാണ് ഇത് കാരണമാകുന്നത്. അപ്പോൾ അത് സംബന്ധിച്ചാണ് ഞാൻ ഡ്രഗ് കൺട്രോളറുടെ ഈ ചോദ്യങ്ങൾ ചോദിച്ചതും അവർ മറുപടി തൃപ്തികരമല്ലാത്ത രീതിയിൽ എനിക്ക് തന്നതും. പിന്നെ നിരന്തരമായ എൻ്റെ ആവശ്യത്തിൽ ഉന്നയിച്ചപ്പോഴാണ് അവർ കൃത്യമായിട്ട് കുറച്ചെങ്കിലും മറുപടി തരാൻ തയ്യാറായത്. തീർച്ചയായിട്ടും ഈ മരുന്ന് കമ്പനികൾക്കെതിരെ ശക്തമായ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകും. എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ആരെയോ സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷന് നിലവിൽ പരാതി കൊടുത്തത്.